ഇനി അടുത്തത് ആർക്കിടെക്ചറൽ വ്യൂസ് ആണ്. ആർക്കിടെക്ചറൽ വ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആർക്കിടെക്ചറിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. നമ്മളൊരു ആർക്കിടെക്ചർ നമ്മുടെ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ആ ആർക്കിടെക്ചറിനെ എങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആർക്കിടെക്ചർ വ്യൂ എന്ന് പറയുന്നത് ഓരോ പ്ലാൻസ് ആണ്. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ റൂഫ് പ്ലാൻ ഉണ്ടാവും, ഫ്ലോർ പ്ലാൻ ഉണ്ടാവും, വയറിംഗ് പ്ലാൻ ഉണ്ടാവും, പ്ലംബിംഗ് പ്ലാൻ ഉണ്ടാവും, ഫർണിച്ചർ അലൈൻമെൻറ്റ്സ് ഉണ്ടാവും, അതായത് ഇൻറ്റീരിയർ ഡിസൈൻ പ്ലാൻസ് ഉണ്ടാവും, അതുപോലെ എയർ കണ്ടീഷനിങ് പ്ലാൻസ് ഉണ്ടാവും. ഇതെല്ലാം ഡിഫറെൻറ്റ് വ്യൂസ് ആണ്, ഒരേ കാര്യത്തെക്കുറിച്ചുള്ള ഡിഫറെൻറ്റ് വ്യൂസ് ആണ്. അതായത് നമ്മളെല്ലാം പറയുന്നത് ഒരു വീടിനെ കുറിച്ച് തന്നെയാണ്, പക്ഷെ ഓരോ പ്ലാനിലും നമ്മൾ പറയുന്നത് ഓരോ ഡീറ്റെയിൽസ് ആണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ വീട് കംപ്ലീറ്റ് ആവുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുമ്പം അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ നമുക്കത് പല രീതിയിൽ നമുക്ക് പറയാം. സോഫ്റ്റ്വെയറിൻ്റെ കോഡ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇത് സോഫ്റ്റ്വെയർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇനി അതിന് എന്താണ് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഹാർഡ്വെയർ മാപ്പിംഗ് വരുന്നത്, ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് പറയാം. ഇതിനൊക്കെയാണ് നമ്മൾ ആർക്കിടെക്ചർ വ്യൂസ് എന്ന് പറയുന്നത്. So no one drawing can express all the different aspects. Such a drawing will be too complex to be any of use. നമ്മളെല്ലാം കൂടെ ഒരൊറ്റ ഡ്രോയിങ്ങിൽ വരയ്ക്കാൻ പോയാൽ, ബിൽഡിങ്ങിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒറ്റ ഡ്രോയിങ്ങിൽ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. If you want to see the floor plan, you are shown one set of drawings. If you are an electric engineer and want to see how the electricity distribution has been planned, you will be shown another set of drawings. If you are interested in safety and firefighting, another set of drawings is used. അപ്പോൾ നമ്മുടെ ഓരോ ആവശ്യം അനുസരിച്ച് ഓരോ സെറ്റ് ഓഫ് ഡ്രോയിങ്സ് ആണ് നമുക്ക് തരുന്നത്. ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ പ്ലാൻ വരും, പ്ലംബിങ്ങിന് വേണ്ടിയിട്ട് പ്ലംബിംഗ് പ്ലാൻ വരും, സേഫ്റ്റിക്ക് ആണെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ വരും. In software, the different drawings are called as views. A view represents the system as composed of some types of elements and the relationships between them. By focusing only on some aspects of the system, a view reduces the complexity that a reader has to deal with at a time, thereby aiding system understanding and analysis. ആർക്കിടെക്ചറിൻ്റെ എല്ലാം മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്, സോഫ്റ്റ്വെയറിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്രമാത്രം കോംപ്ലക്സിറ്റി കുറയ്ക്കുന്നു, അതായത് ഒരു ഡ്രോയിങ്ങിൽ ഒരു കാര്യത്തിൽ എത്രമാത്രം ഡീറ്റെയിൽസ് കുറയ്ക്കുന്നു അത്രമാത്രം എളുപ്പമായിരിക്കും. ഇപ്പോൾ സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു സ്ലൈഡിൽ ഒരുപാട് പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ ആ സ്ലൈഡ് നോക്കാനേ നമുക്കൊരു മൂഡ് ഉണ്ടാവില്ല. ഒന്നോ രണ്ടോ പോയിന്റ്സ് ആണെങ്കിൽ നമ്മൾ ഓർക്കും സമാധാനമുണ്ട്, ഈ സ്ലൈഡ് കാണുമ്പം വായിച്ചെടുക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് തോന്നും എന്ന് പറഞ്ഞാൽ തന്നെയാണ്. ഈ ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറൽ വ്യൂസ് ഏതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആർക്കിടെക്ചറൽ വ്യൂസ് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വ്യൂ എന്ന് പറയുന്നത് മൊഡ്യൂൾ വ്യൂ ആണ്. In module view, system is viewed as a collection of code units, each implementing some part of the system functionality. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കോഡിൻ്റെ കളക്ഷനാണ്, കുറേ ലൈൻസ് ഓഫ് കോഡാണ്. അപ്പോൾ ഈ കോഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആർക്കിടെക്ചർ സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് മൊഡ്യൂൾ വ്യൂ എന്ന് പറയുന്നത്. അതായത് എൻ്റയർലി പ്രോഗ്രാം കോഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓരോ കോഡ് യൂണിറ്റിനെയാണ് നമ്മൾ ഓരോ പാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്, ഫങ്ഷൻസ് ഇതെല്ലാമാണ് നമ്മുടെ പാർട്സ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ അതാണ് മൊഡ്യൂൾ വ്യൂവിൽ വരുന്നത്. എക്സാമ്പിൾസ് ഓഫ് മൊഡ്യൂൾസ് ആർ പാക്കേജസ്, എ ക്ലാസ്, എ പ്രൊസീജിയർ, എ മെത്തേഡ്, എ കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് ആൻഡ് എ കളക്ഷൻ ഓഫ് ക്ലാസസ്. ഇതെല്ലാമാണ് ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്, ഇതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് മൊഡ്യൂൾ ചേർന്നതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. ഇങ്ങനെയാണ് നമ്മൾ ഈ മൊഡ്യൂൾ വ്യൂവിൽ ഒരു സോഫ്റ്റ്വെയർ നോക്കി കാണുന്നത്. അതായത് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ട്. ഈ മൊഡ്യൂൾസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെത്തേഡ് കോൾസും റിട്ടേൺസും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. Examples of relations in this view is a part of. Module B is a part of module A. Uses or depends on. A module A uses services of module B to perform its own functions, and correctness of module A depends on correctness of module B. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റിലേഷൻഷിപ്സ് പറയുക. അതായത് മൊഡ്യൂൾ ബി എന്ന് പറയുന്നത് മൊഡ്യൂൾ എയുടെ ഉള്ളിലാണ് വരുന്നത്. മൊഡ്യൂൾ എ മൊഡ്യൂൾ ബിൻ്റെ ഉള്ളിലുള്ള ഫങ്ഷൻസ്, മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. Generalization or specialization. Module B is a generalization of a module A. നമ്മൾ ഇൻഹെറിറ്റൻസ് ഒക്കെ പഠിച്ചാണ്. അപ്പോൾ ഒരു ക്ലാസ് വേറൊരു ക്ലാസ്സിൻ്റെ ജനറലൈസേഷൻ ആണ്. ഇപ്പോൾ ആനിമൽ എന്ന് പറയുന്ന ക്ലാസ് ലിവിങ് ബീയിങ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു സ്പെഷ്യലൈസേഷനാണ്, അല്ലെങ്കിൽ ഡോഗ് എന്ന് പറയുന്ന ആനിമലിൻ്റെ സ്പെഷ്യലൈസേഷനാണ്. ഇതൊക്കെയാണ് മൊഡ്യൂൾ വ്യൂവിൽ നമ്മൾ പറയാം. രണ്ടാമത്തെ വ്യൂ ആണ് കോമ്പോണൻ്റ് കണക്ടർ വ്യൂ.
in a component and connector view, in CNC view എന്നാണ് വിളിക്കുക. The system is viewed as a collection of runtime entities called as components. അപ്പം മൊഡ്യൂൾ വ്യൂവിൽ നമ്മൾ കണ്ടത് പ്രോഗ്രാമിൻ്റെ ബേസിസിലാണ്. ഇനി കോമ്പോണൻ്റ് ആൻഡ് കണക്ടർ വ്യൂവിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ എക്സിക്യൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പാർട്സ് ആണ് ഈ സോഫ്റ്റ്വെയറിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത്. അതിനാണ് കോമ്പോണൻ്റ് ആൻഡ് കണക്ടർ വ്യൂ എന്ന് പറയുന്നത്. The component is a unit which has an identity in the executing system. Objects, collection of objects, processes are examples of components. ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ എടുത്തു കഴിയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ വെബ് ബ്രൗസർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ടാബ് വരുന്നു, പിന്നെ നമ്മൾ രണ്ടാമത്തെ ടാബ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടാബും ഒരു കോമ്പോണൻസ് ആയിരിക്കും. അങ്ങനത്തെ ഇതൊക്കെയാണ് കോമ്പോണൻ്റ് ആൻഡ് കണക്ടർ വ്യൂവിൽ വരുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഒരു എന്താണ് പറയുക, നമ്മൾ ഇപ്പോൾ ജിമെയിലിലേക്ക് ലോഗിൻ ചെയ്യണം. ജിമെയിലിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. ഇത് ജിമെയിലിൻ്റെ സെർവറിൽ പോകുന്നു. ജിമെയിലിൻ്റെ സെർവറിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മളെ ലോഗിൻ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമ്മുടെ ബ്രൗസറിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ബ്രൗസർ എന്ന് പറയുന്നൊരു കോമ്പോണൻ്റ് ആണ്, ജിമെയിലിൻ്റെ സെർവർ എന്ന് പറഞ്ഞൊരു കോമ്പോണൻ്റ് ആണ്. ഇത് രണ്ടും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് വഴിയാണ്. കണക്ടേഴ്സ് പ്രൊവൈഡ് മീൻസ് ഫോർ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ കോമ്പോണൻറ്റ്സ്. എക്സാമ്പിൾസ് ഓഫ് കണക്ടേഴ്സ് ആർ പൈപ്സ്, സോക്കറ്റ്സ് ആൻഡ് ഷെയർഡ് ഡാറ്റ. ഈ പൈപ്പും സോക്കറ്റും എന്നൊക്കെ പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള കൺസെപ്റ്റ്സ് ആണ്. പൈപ്പ് യൂസ് ചെയ്യുന്നത് ഒരു പ്രോസസ്സും വേറൊരു പ്രോസസ്സും തമ്മിൽ. പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാം. അപ്പം നമ്മുടെ ഫോണാണെങ്കിലും ലാപ്ടോപ്പൊക്കെ ആണെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമിനെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമും വേറൊരു പ്രോഗ്രാമും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് പൈപ്പ് എന്ന് പറയുന്നത്. ഒരു പൈപ്പ് എന്ന് പറഞ്ഞൊരു ഫയൽ പോലെയാണ്. അപ്പോൾ ഒരാൾ ഈ ഫയലിലേക്ക് റൈറ്റ് ചെയ്യും, മറ്റാൾ ഈ ഫയലിൽ നിന്ന് റീഡ് ചെയ്യും, മറ്റാൾ ഇതിലേക്ക് റൈറ്റ് ചെയ്യും, ഇയാൾ റീഡ് ചെയ്യും. ഒരു പൈപ്പ് പോലെ. സോക്കറ്റ്സ് എന്ന് പറയുന്നത് നെറ്റ്വർക്കിങ്ങിൽ വരുന്നതാണ്. നെറ്റ്വർക്കിങ്ങിൽ, അതായത് ഒരു സിസ്റ്റത്തിലുള്ള ഒരു പ്രോഗ്രാമും വേറൊരു സിസ്റ്റത്തിലുള്ള വേറൊരു പ്രോഗ്രാമും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് സോക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഷെയർഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രോഗ്രാമും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഡാറ്റാസ്. If the components use some middleware to communicate and coordinate, then the middleware is a connector. ചില കേസസിൽ രണ്ട് കോമ്പോണൻസിൻ്റെ ഇടയ്ക്ക് ഒരു മിഡിൽവെയർ വരാം. പല രീതിയിൽ വരാം. ചിലപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും മിഡിൽവെയർ. നമ്മുടെ പ്രോഗ്രാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് പറയും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ്വെയറിനോട് പറയും. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അതിൻ്റെ കണക്ടർ എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ വ്യൂ ആണ് അലോക്കേഷൻ വ്യൂ. അലോക്കേഷൻ വ്യൂ എന്ന് പറഞ്ഞാൽ, in allocation view focuses on how the different software units are allocated to resources like the hardware, file systems and people. അതായത് നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ യൂണിറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഓരോ ഭാഗവും ഏതൊക്കെ ഹാർഡ്വെയറാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ ഭാഗവും ഏതൊക്കെ ഫയലാണ് യൂസ് ചെയ്യുന്നത്, ഓരോ ഭാഗവും ഏതൊക്കെ ആൾക്കാരാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നതാണ് അലോക്കേഷൻ വ്യൂ എന്ന് പറയുന്നത്. So these explores structural properties like which processes run on which processor and how the system files are organized in a file system. അപ്പോൾ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ ഡാറ്റ എങ്ങനെയാണ് ഏതൊക്കെ ഫയൽസിലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, ഈ പ്രോഗ്രാം ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളായിട്ടാണ് റൺ ചെയ്യുന്നതെങ്കിൽ ഏത് പ്രോസസ്സറാണ് ഏത് ഭാഗം റൺ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് allocation view പറയുന്നത്. An architecture description consists of views of different types. നമ്മൾ കണ്ടു, ഇപ്പോൾ തന്നെ നമ്മൾ 3 വ്യൂസ് കണ്ടു. With each view exposing some structure of the system. ഓരോ വ്യൂവും ഡീൽ ചെയ്യുന്നത് ഓരോ കാര്യങ്ങളാണ്. Module views show how the software is structured as a set of implementation units. മൊഡ്യൂൾ വ്യൂസിൽ ഇത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യും, അതായത് പ്രോഗ്രാം എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി CNC view, component and connector views show how the software is structured as interacting runtime elements. ഇപ്പോൾ സോഫ്റ്റ്വെയർ റൺ ചെയ്യുമ്പം എന്തൊക്കെ ഭാഗങ്ങളാണ് ഈ സോഫ്റ്റ്വെയറിനുള്ളത് എന്നാണ് component and connector view പറയുന്നത്. Allocation views show how software relates to non-software structures. Non-software structure ആണ് ഹാർഡ്വെയർ അല്ലെങ്കിൽ പുറമേയുള്ള എന്താണ് യൂസേഴ്സ് പോലുള്ള ആൾക്കാർ.
അതാണ് അലോക്കേഷൻ വ്യൂ പറയുന്നത്. ഓൾ ദീസ് വ്യൂസ് ടുഗദർ ഫോം ദ ആർക്കിടെക്ചർ ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഇത് മൂന്നും സെപ്പറേറ്റ് ആണെങ്കിലും മൂന്ന് കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് മൂന്ന് പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ്. ഒരു ബിൽഡിങ്ങിന് ഒരുപാട് പ്ലാൻ ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു സോഫ്റ്റ്വെയറിന് തന്നെ ഒരുപാട് വ്യൂസ് വരാം. ഈ എല്ലാ വ്യൂവും കൂടെ ചേരുമ്പോഴാണ് ആക്ച്വൽ ആർക്കിടെക്ചർ ആവുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം വരാം, ഇതിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നമ്മളൊരു ബിൽഡിംഗ് പ്ലാനിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് വേണ്ടത് അതിൻ്റെ സ്ട്രക്ചർ പ്ലാനാണ്. അതായത് എത്ര റൂമുണ്ട്, ഓരോ റൂമിൻ്റെ സൈസ് എന്താണ് പോലുള്ള കാര്യങ്ങളാണ്. ഇലക്ട്രിക് പ്ലാനോ പ്ലംബിംഗ് പ്ലാനോ ഇല്ല എങ്കിൽ കൂടെ നമുക്കൊരു ബിൽഡിംഗ് പണിതെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ ബിൽഡിങ്ങിനും ഈ ഫയർ ആൻഡ് സേഫ്റ്റീൻ്റെ പ്ലാൻ വേണമെന്നില്ല. അതുപോലെ എയർ കണ്ടീഷനിങ്ങിൻ്റെ പ്ലാനും എല്ലാ ബിൽഡിങ്ങിനും വേണമെന്നില്ല. പക്ഷേ എല്ലാ ബിൽഡിങ്ങിനും നിർബന്ധമായിട്ട് വേണ്ട ഒരു പ്ലാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലോർ പ്ലാനാണ്. അത് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ കേസസിൽ ഫ്ലോർ പ്ലാനിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കേസാണ് കോമ്പണന്റ് ആൻഡ് കണക്ടർ വ്യൂ. അപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുക ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എടുക്കുമ്പോൾ കോമൺലി യൂസ് ചെയ്യുന്ന പ്ലാൻ വ്യൂ എന്ന് പറയുന്നത് കോമ്പണന്റ് ആൻഡ് കണക്ടർ വ്യൂ ആണ്. ഇനി അടുത്തത് ആർക്കിടെക്ചറും ഡിസൈനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. ബൗണ്ടറി ബിറ്റ്വീൻ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ഈസ് നോട്ട് ക്ലിയർ ആൻഡ് ഈസ് അപ് ടു ദ ആർക്കിടെക്ട് ആൻഡ് ദി ഡിസൈനർ. അപ്പോൾ ആർക്കിടെക്ചർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് കാര്യമല്ല. നമ്മൾ പറയുന്ന ഡിസൈനിന് തൊട്ട് മുന്നുള്ള സ്റ്റെപ്പാണ് ആർക്കിടെക്ചർ. നോർമലി ആർക്കിടെക്ചർ ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു ഡിസൈൻ. അപ്പോൾ ആർക്കിടെക്ചർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈനിലേക്ക് പോകുന്നത്. പിന്നെ ആർക്കിടെക്ചർ ലോട്ട് ഓഫ് ദി ഡീറ്റെയിൽസ് വിൽ ബി ഹിഡൻ വിച്ച് വിൽ ബി അൺകവേർഡ് ഡ്യൂറിങ് ദി ഡീറ്റെയിൽ ഡിസൈൻ. അപ്പോൾ ആർക്കിടെക്ചറിൽ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ പാർട്സ് എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നോ കാര്യങ്ങളൊന്നും നമ്മൾ വലിയ സ്ട്രെസ് കൊടുക്കുന്നില്ല ആർക്കിടെക്ചറിൽ. പക്ഷേ ഡിസൈനിലേക്ക് വരുമ്പോൾ ഓരോ മൊഡ്യൂൾ, ഇത്ര മൊഡ്യൂളുണ്ട്, ഈ മൊഡ്യൂളിൻ്റെ ഉള്ളിൽ വരുന്ന അൽഗോരിതംസ് ഏതൊക്കെയാണ്, ഡാറ്റ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് പറയുന്നത് ഡിസൈൻ സ്റ്റേജിലാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി കേസസ് ഈ ഡിസൈനും ആർക്കിടെക്ചറും ഒരു സ്റ്റേജായിട്ട് തന്നെയാണ് പോവുക. ഇത് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ കോമ്പോണന്റ് ആൻഡ് കണക്ടർ വ്യൂവിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ്. എന്താണ് കോമ്പോണന്റ് ആൻഡ് കണക്ടർ വ്യൂ?